ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇത് തൃശ്ശൂർ വടകുറുമ്പ് ദേവി ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ തിരൂർ എന്ന ഭാഗത്ത്, കോലാഴിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തിരൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള വടകുറുമ്പുകാവ് അമ്പലം ആണ് കേട്ടോ, ദേവീക്ഷേത്രമാണ്. അവിടുത്തെ ഉത്സവാഘോഷത്തിൻ്റെ അലങ്കാരങ്ങളും വൈവിധ്യമാർന്ന ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാമാണ് കാണുന്നത്. ഇത് കണ്ടോ, ദൂരെ 1 കിലോമീറ്റർ മുന്നോടിയായി തന്നെ വീടുകളിൽ പോലും ആ ഒരു ഉത്സവത്തിൻ്റെ ആഘോഷ പരിപാടികളും അലങ്കാരങ്ങളുമാണ് കാണുന്നത്. നമ്മൾ ഉത്സവ സമയത്ത് അറിയാലോ, വണ്ടിയൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ദൂരെ, ഏകദേശം 1 കിലോമീറ്റർ ദൂരെയാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത്. അതെല്ലാ ഉത്സവങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. കണ്ടോ, വന്ന വഴിക്കുള്ള വീടുകളുടെ അലങ്കാരങ്ങൾ കണ്ടോ. നമ്മൾ വണ്ടി 1 കിലോമീറ്റർ ദൂരം കൊണ്ട് പാർക്ക് ചെയ്ത ശേഷം നടന്നു വരുമ്പോൾ ആ വന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. ഇത് കണ്ടോ, ഇത് ബാങ്കാണ്, ഫെഡറൽ ബാങ്ക്. അങ്ങനെ ബാങ്കിൻ്റെ മുമ്പിൽ പോലും മുഴുവൻ ലൈറ്റിങ്സ് ആണ്. അമ്പലത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ആ ഒരു അലങ്കാരങ്ങളാണ് ആ കാണുന്നത്. എല്ലാം ആ ഭാഗത്തുള്ള ആ ഒരു റോഡിലൂടെ വരുമ്പോഴുള്ള വീടുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എല്ലാം തോരണങ്ങളായി അലങ്കാരങ്ങളായും ഉത്സവത്തിനെ വരവേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തി. ഇത് ആൽമരച്ചോട്ടിൽ നിന്ന് കാണുമ്പോൾ ദൃശ്യങ്ങളാണ് കേട്ടോ. എന്തൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. ഇപ്പോൾ കണ്ട നീല ലൈറ്റ് കണ്ടില്ല, 1 മിനിറ്റ് കഴിയുമ്പോൾ വേറെ ലൈറ്റ് ആവും. ലൈറ്റുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ് കാണുന്നത്. പിന്നെ ഗജകേസരന്മാർ അണിനിരന്ന് നിൽക്കുന്ന ആ ഒരു ഭംഗിയുള്ളൊരു പോസ്റ്റർ കണ്ടല്ലോ. ഇതൊക്കെ ഇവിടെ ഒരു പകൽപൂര സമയത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പക്ഷെ നമുക്ക് പകൽപൂരം ഞാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്ന ഒരു 7 മണിയാവാറായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. അതുകൊണ്ടാണ് പകൽപൂരം കാണാൻ സാധിക്കാഞ്ഞത്. നോക്കൂ, ഇപ്പോൾ അതുകൊണ്ട് ഇത്രയും അലങ്കാരങ്ങളും ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഈ സമയത്ത് കാണുവാൻ സാധിച്ചു. എത്ര മനോഹരമായ രീതിയിലാണല്ലേ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചേക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് വടകുറുമ്പുകാവ് ദേവി ക്ഷേത്രം. ഇത് തൃശ്ശൂരിൽ തിരൂർ എന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉത്സവത്തിന് രേവതി ആഘോഷവേല എന്നാണ് ഈ ഒരു ഉത്സവം. രേവതി ആഘോഷവേല എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ. നമ്മളിപ്പോൾ ഈ അമ്പലത്തിനകത്തേക്ക് കയറുവാണ് കേട്ടോ. അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്ഷേത്രത്തിന് വലം വയ്ക്കുകയാണ്. സമയത്ത് നമ്മുടെ ഒരു ഗജവീരൻ അവിടെ പനമ്പട്ടയൊക്കെ തിന്ന് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കൊടിമരമാണ് കാണുന്ന, കൊടിയേറി നിൽക്കുകയാണ്. അമ്പലത്തിന് ചുറ്റും പുഷ്പമാലകളാണ് മുഴുവനും ഉള്ളത്. നമുക്ക് അമ്പലത്തിന് ചുറ്റും നടന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. നീ നോക്കൂ, ഒരു ഗജവീരൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പനമ്പട്ടയൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ട്, കണ്ടല്ലോ. ഇത് ഉത്സവം നമ്മളിങ്ങനെ അമ്പലം ചുറ്റി വരുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ ഉള്ള കാഴ്ചകളാണ് മൊത്തം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പല പല കളേഴ്സാണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ബ്ലൂ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലൈറ്റ് മാറി ഒരു ബ്രൗൺ ആയിരിക്കും. അങ്ങനെയുള്ള പല പല ഷെയ്ഡുകൾ. ഇത് അമ്പലത്തിൻ്റെ മുൻഭാഗമാണ്. നല്ല തോരണങ്ങൾ കണ്ട കംപ്ലീറ്റ് ഈ പറഞ്ഞ മുഴുവനും പുഷ്പങ്ങൾ കൊണ്ട്, ജമന്തിയും അതുപോലെ ബന്ദിപ്പൂക്കളൊക്കെ കൊണ്ട് നല്ലപോലെ ആവരണം ചെയ്തേക്കണം. പറ കൊടുക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സൈഡിലാണ് ഗജകേസരം നിൽക്കുന്നത് കേട്ടോ. കണ്ടല്ലോ അല്ലേ, നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അമ്പലം. നമുക്ക് ഉത്സവത്തിൻ്റെ ആ ഒരു പ്രതീതി കാണുമ്പോഴേ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തോന്നും. ശരിയല്ലേ, നമുക്ക് എന്ത് ഭംഗിയായിട്ട്. ഇതാണ് നമ്മൾ ശരിക്കും പറയുക, ഇതാണ് കയറി ചെല്ലുന്ന ഭാഗം. ഇതാണ് നമ്മൾ ശരിക്കും ഇന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ പുറകുവശത്തോടെ നമ്മൾ കയറി വന്നത്. ഇവിടെ ഈ ഭാഗത്തായിട്ട് സ്റ്റേജൊക്കെ ഉണ്ട്. ഈ മുൻഭാഗത്തായിട്ട് അത് അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ള വലിയൊരു സ്റ്റേജ് കെട്ടി അവിടെ ഭയങ്കര ആഘോഷ പരിപാടികൾ, പാട്ടും ഡാൻസും എല്ലാമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ അമ്പലം ഇങ്ങനെ ചുറ്റുമാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ നടന്നു പോകുമ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ ഭാഗത്തായിട്ടാണ് സ്റ്റേജ് ഉള്ളത് കേട്ടോ. ഭയങ്കര പാട്ടെന്ന് പറഞ്ഞാൽ പോലെ നല്ല നല്ല ഇപ്പോഴത്തെ വെറൈറ്റി നല്ല സിനിമാ പാട്ടും അതുപോലെ തന്നെ 80കളിലെയും 90കളിലെയൊക്കെ നല്ല അടിപൊളി പാട്ടുകളെല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനൊന്നും ഇടാത്തത് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ഉത്സവത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു മേളവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ അങ്ങനെയും അതിൻ്റെ ഒപ്പം തന്നെ നല്ല നല്ല പാട്ടുകളും എല്ലാമായിട്ട് ഉത്സവം കൊണ്ട് പൊടി പൂരമായിരുന്നത് തന്നെ പറയാം കേട്ടോ. ഉണ്ടോ, അമ്പലത്തിൻ്റെ ചുറ്റും മേളം പോലെ തന്നെ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല. അത് കൂടാതെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഓടിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ലൈറ്റ് ഇങ്ങനെ പല നിറത്തിലുള്ള ലൈറ്റ് ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രതിഫലം എന്ത് ഭംഗിയായിട്ടാണ് കാണുന്നത് കണ്ടോ. മുഴുവൻ നീലയും ചുമപ്പും മഞ്ഞയൊക്കെ ആ ലൈറ്റുകളും സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ലോകത്ത് പോയത് തോന്നിപ്പോയി. അത്രയ്ക്കും സത്യമല്ലേ, അതല്ലേ, വേറെ ഒരു ലോകം തന്നെയല്ലേ അമ്പലം നട എന്ന് പറയുമ്പോൾ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൈലാസമായിട്ടോ അല്ലെങ്കിൽ വിഷ്ണുലോകമായിട്ടോ വൈകുണ്ഠമായിട്ടോ ഒക്കെ തോന്നുന്ന തരത്തിൽ തന്നെ ആ ദേവിയുടെ സാന്നിധ്യം അതുപോലെ തന്നെ അവിടെ അങ്ങോട്ട്
അത്രയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ്. ഞാനിങ്ങനെ കുറേ എൻ്റെ സംസാരങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞതിനിടയിൽ ഞാൻ വിചാരിച്ചു കുറച്ച് നേരമെങ്കിലും അമ്പലത്തിൻ്റെ അവിടുത്തെ ആ ഒരു ശബ്ദം അത് തന്നെ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ കേൾക്കുന്ന പാട്ടുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാ പാട്ടുകളാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇടാനാ? അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഞാൻ കാണുന്ന ഈ ഒരു മനോഹാരിത ഞാൻ തന്നെ വർണ്ണിക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒരു അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നൊരു സെൽഫി എടുത്താണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയല്ലേ അവിടെ നല്ല ജനിച്ച് നിൽക്കുന്ന ആ ദൈവിക സാന്നിധ്യവും അതിനുപരി തന്നെ അത്രയും മനോഹരമായ ആ ഒരു കാഴ്ചകളും അലങ്കാരങ്ങളും എല്ലാം നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സെൽഫി എടുക്കാം. അത് അങ്ങനെ എടുത്തത്. അമ്പലം ചുറ്റി വരുമ്പോൾ കാണുന്ന ആൽമരത്തിൻ്റെ ദൃശ്യങ്ങളും എല്ലാമാണ് ആ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറകുവശം എന്ന് തന്നെ പറയാം അമ്പലത്തിൻ്റെ. ഇതാണ് കേട്ടോ അവിടുത്തെ കല്യാണ മണ്ഡപമാണ്. ഇത് ഒരുപാട് കല്യാണങ്ങളൊക്കെ ഇടയ്ക്ക് നടക്കുന്നത് കാണാം. അതുപോലെ തന്നെ അമ്പലത്തിന് എന്തെങ്കിലും അന്നദാനങ്ങളും അല്ലെ പ്രസാദൂട്ടും അതൊക്കെ ഉള്ളപ്പോഴത്തേനും ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ശ്രീനിവാസ കല്യാണ മണ്ഡപം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. നമ്മുടെ തിരൂർ വടകുറുമ്പുകാവിൻ്റെ അമ്പലത്തിൻ്റെ ഒരു പ്രസാദൂട്ടും അതുപോലെ എല്ലാം നടക്കുന്ന ഒരു കല്യാണ മണ്ഡപമാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ വിഷു അതിന് ഓണമൊക്കെ വരുമ്പോൾ അമ്പലത്തിൻ്റെ ഭാരവാഹികളുടെ പായസമൊക്കെ വിതരണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ പായസമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ്, ഈ കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് നമ്മളത് വാങ്ങിക്കുന്നത് കേട്ടോ. അവിടെയാണ് അത് വിതരണം ചെയ്യുന്നത്. ഇത് കണ്ടോ, അലങ്കാരങ്ങൾ കണ്ടോ, എന്തൊരു ഭംഗിയാണ്. പിന്നെ വേറെ തരത്തിലുള്ള ഗോപുരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ അല്ലേ? റോട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണാറുള്ള ആ ഒരു ഇതേ അല്ലേ, എന്തൊരു വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോൾ ഇവിടെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നതാണ് സ്റ്റേജിലല്ലേ. അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ടോ, എന്ത് രസമായിട്ടാണ് പാടുന്നതെന്നറിയാം. പക്ഷെ എല്ലാ സിനിമാ പാട്ടാണ്, അതുകൊണ്ട് എനിക്കിതൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റുകയില്ല കേട്ടോ. അല്ലാതെ വേറെ ഏതെങ്കിലും അങ്ങനത്തെ ഗാനങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കിത് ഇടായിരുന്നു. പക്ഷേ ഇത് സ്റ്റേജിൽ നടക്കുന്നതൊക്കെ നല്ല സിനിമാ പാട്ട്, നല്ല അടിപൊളി പാട്ടുകൾ കേട്ടോ. യോധ സിനിമയിലെ പാട്ടും എന്ത് രസമായിട്ടാണ് പാടുന്നതെന്ന് അറിയാം. അപ്പോൾ അത് കാണാനായിട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ ഉത്സവത്തിന് വന്നേക്കുന്ന ആളുകളെല്ലാം അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അത് കൂടാതെ ഉത്സവപ്പറമ്പാകുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെ തരത്തിലുള്ള കടകളും എല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഇടയിൽ ആൾക്കാർ ഇങ്ങനെ അതെല്ലാം ആസ്വദിച്ച് നല്ല മനോഹരമായ ഒരു സുന്ദരമായ ആ ഒരു സമയം ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ് എല്ലാവരും. കണ്ടോ, സ്റ്റേജിൽ നടക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് പൊക്കിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കാണി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് അടിപൊളി പാട്ടൊക്കെ അല്ലേ, കണ്ട് നിന്നു പോവില്ലേ അല്ലേ? എത്ര നന്നായിട്ടാണെന്നറിയാം അവർ പാടുന്നതും. അങ്ങനെ അവിടെ നിൽക്കുവാണ്. പിന്നെ അതുപോലെ അവിടെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടൊരു കടല, അതുപോലെ നമ്മുടെ ഇതില്ലേ വെള്ളക്കടലയും അതുപോലെ തക്കാളി, സവാള, ചന മസാലയുടെ കുറച്ച് കൂട്ടൊക്കെ ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കി നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻസ് അവിടെ അങ്ങനെ പൊടിയൊന്നും ഇല്ല കേട്ടോ. കാരണം കുറച്ച് ഉള്ളിലായിട്ടാണ്, മെയിൻ റോഡിൻ്റെ സൈഡിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ എനിക്കൊന്നും ഉണ്ട്, അപ്പോൾ നല്ല ഇഷ്ടമായിട്ട് തോന്നി, നല്ല വൃത്തിയാണ്. ഞാൻ കുറേ നോക്കിയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് പുള്ളി അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊരു ചെറിയൊരു പാത്രത്തിൽ വാങ്ങിച്ചു കേട്ടോ. അതൊരു ടേസ്റ്റ് ഉണ്ട്. വെള്ളരിക്ക, ക്യാരറ്റ് അങ്ങനെയുള്ള കുറേ പച്ചക്കറികളും അതിൻ്റെ കൂടെ ചന, പിന്നെ അത് കൂടാതെ അതിൻ്റെ കൂടെ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഐറ്റംസൊക്കെ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുവാണ് ഞാൻ. പക്ഷേ അതൊക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ ഉണ്ടാക്കണതൊക്കെ. പക്ഷെ നല്ല സ്മെല്ലും നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു മണവും. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഗോപുരമാണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗത്ത് ആയിട്ട് ഇങ്ങനെ ഒരു ഗോപുര നട പോലെ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. പിന്നെ ഈ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്ന പോലെ 5 മിനിറ്റിലേക്ക് നോക്കുമ്പോഴത്തേനും ഭയങ്കര വ്യത്യസ്തമായ കളേഴ്സാണ്. ഒരു 2 മിനിറ്റ് കൂടുമ്പോഴത്തേനും കളറുകളൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുരുത്തോലകളും അതുപോലെ തന്നെ തോരണങ്ങളും ആഭരണങ്ങളും ഒന്നും വേണ്ട, ഉത്സവം അടിച്ച് പൊടിച്ച് ഇത്ര തന്നെ പറയാം. അത്രയ്ക്ക് രസമുള്ള കാഴ്ചകളായിരുന്നു നമ്മുടെ തൃശ്ശൂർ വടകുറുമ്പുകാവ് ദേവി ക്ഷേത്രത്തിൻ്റെ ഇപ്രാവശ്യത്തെ ഉത്സവാഘോഷം. എല്ലാ പ്രാവശ്യം ഇതേപോലെ തന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ കുട്ടികൾക്കുള്ള ബലൂൺസും പലതരത്തിലുള്ള ബലൂണുകളൊക്കെ ആണല്ലോ ഇപ്പോൾ കാണുന്നത്. പണ്ട് നമ്മൾ ആപ്പിൾ ബലൂണും പിന്നെ കുരങ്ങനെ വാല് വെച്ച ബലൂൺ അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല, പല വെറൈറ്റി ഓഫ് ബലൂൺസാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അത് പിന്നെ കമ്മലുമാല അങ്ങനത്തെ കമ്മലുകൾ, പിന്നെ കുട്ടികൾക്കുള്ള പല കടകളും എല്ലാ സാധനങ്ങളും. പിന്നെ എൻ്റെ മോള് സഞ്ചാരം ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ എത്ര കളിപ്പാട്ടം വീട്ടിലുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിച്ചില്ലെങ്കിൽ സമാധാനം ആവില്ല. അത് കുട്ടികൾക്ക് അങ്ങനെയല്ലേ അല്ലേ? ഞാൻ പറഞ്ഞു ഇത് വാങ്ങിക്കേണ്ട ആവശ്യം. പിന്നെ ഞാൻ ആലോചിച്ചു ഈ ഒരു സമയത്തൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. കുറേ വലുതായി കഴിയുമ്പോൾ നമ്മളെപ്പോലെ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുക, മൊബൈലിൽ സെൽഫി എടുക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യും, ഇതൊക്കെ ആയിരിക്കും. ഈ കുട്ടിപ്രായത്തിലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു അവൾ കുറച്ച് കളിപ്പാട്ടങ്ങൾ കേട്ടോ. അങ്ങനെ ഉത്സവമൊക്കെ നല്ല സന്തോഷമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, ഓൺ ദ വേയിലെ കാഴ്ച തന്നെ കാണണം. നമ്മൾ അമ്പലത്തിൻ്റെ അവിടുന്ന് മെയിൻ റോഡിലേക്ക് നോക്കുമ്പോഴാണ് ഈ കാണുന്നത് കേട്ടോ. ആ റോഡ് മുഴുവനുള്ള വീടുകളും മതിലുകളും റോഡിൻ്റെ സൈഡിലുള്ള കടകളും ബാങ്ക് വരെ ഇതേപോലെ
മൊത്തം അലങ്കാരങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷത്തോടെ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നിയതൊക്കെ കണ്ടപ്പോൾ ദേവീൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. നമ്മുടെ തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ വടവൂർക്കാവ് ദേവീ ക്ഷേത്രം. അങ്ങനെ എന്താ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോകുവാണ്. നമ്മുടെ വണ്ടിക്കടുത്ത് കുറേ ദൂരെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടിയത്. ഈ പറഞ്ഞ പോലെ ഉത്സവം ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കുമല്ലോ. ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ വീടുകളുടെ ആവരണങ്ങളൊക്കെ കണ്ടോ, അതേ മൊത്തം ലൈറ്റ് കൊണ്ട് മൂടി കിടക്കുകയാണ് റോഡുകൾ. ബാങ്ക് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, ഈ കാഴ്ച ഞാൻ വീണ്ടും അതൊന്നുകൂടി കാണിക്കുകയാണ് കേട്ടോ. അത് കണ്ടോ, ഫെഡറൽ ബാങ്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ബൾബ് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഉത്സവം ആയിരുന്നു. വളരെയധികം സന്തോഷം തോന്നി. ഇനി അടുത്ത വർഷം ഇതേപോലെ ദേവിയുടെ സന്നിധിയിൽ വന്ന് ഇതേപോലെ ഉത്സവത്തിന് പങ്കെടുക്കാനായിട്ട് എല്ലാവിധം അനുഗ്രഹങ്ങളും ദേവി എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ഉത്സവം സന്തോഷമായിട്ട് ഇവിടെ വന്ന് കാണാനായിട്ട് ദേവി അനുഗ്രഹിച്ചു. അപ്പോൾ അടുത്ത വർഷവും ഇതേപോലെ തന്നെ വന്ന് ഇതുപോലെ ഉത്സവം കാണാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ തൃശ്ശൂർ തിരൂർ വടവൂർക്കാവിൽ വന്ന് ഉത്സവം കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ദേവീൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.